മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൻ്റെ 4th പാർട്ടാണ്. അതിൽ 31 മുതൽ 45 വരെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ 31th ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദി ഗിവൺ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വിച്ച് പാർട്ട് ഒബേസ് ഹൂക്സ് ലോ? താഴെ തന്നിരിക്കുന്ന ഗ്രാഫിൽ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന ഗ്രാഫിൻ്റെ പോർഷൻ ഏതാണ്? തന്നിരിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ് വൈ ആക്സിസിലും സ്ട്രെയിൻ എക്സ് ആക്സിസിലുമാണ് വരച്ചിരിക്കുന്നത്. ഈ ഒ എ എന്ന് പറയുന്ന പോർഷനാണ് നമ്മുടെ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന പോർഷൻ. നമുക്കറിയാം ഒ എ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ട്രെസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഒ എ എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈനാണ് ഒ എ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. അവിടെ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു. ദാറ്റ് മീൻസ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതേപോലെ തന്നെ ഈ ഒ എ എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തുകയാണ്. ഇവിടെ ഒരു സ്ലോപ്പ് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒ എ എന്ന് പറയുന്ന ഈ പോർഷനിൽ സ്ലോപ്പ് കണ്ടെത്തിയാൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈസ് ദി ഇലാസ്റ്റിസിറ്റിയാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ ഗിവൺ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ വിച്ച് പാർട്ട് ഒബേസ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഇത് ഈ പോർഷനാണ്, ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്ന പോർഷൻ. ഒ എ എന്ന് പറയുന്ന പോർഷനാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന പോർഷൻ. അവിടെ ഒ എ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു. അതിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടും. അടുത്തത് ഇത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ പോർഷൻ പറഞ്ഞുകൊടുത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 32th ക്വസ്റ്റ്യൻ. ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ്സ് ഓഫ് 3 wires of different materials are shown in the figure. P, Q and R are the elastic limits of the wires. The figure shows that first option, elasticity of wire P is maximum, elasticity of wire Q is maximum, tensile strength of R is maximum, none of the above. തന്നിരിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ടുണ്ട്. അതിന് 3 വയറുണ്ട് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ. ഒരേ മെറ്റീരിയൽ അല്ല, ഡിഫറെൻറ്റ് മെറ്റീരിയൽ. ദാറ്റ് മീൻസ് യങ്സ് മോഡുലസ് ഡിഫറെൻ്റ് ആണ്. ദെൻ പി, ക്യു ആൻഡ് ആർ ആർ ദി എലാസ്റ്റിക് ലിമിറ്റ്സ് ഓഫ് ദി വയേഴ്സ്. അതായത് പി, ക്യു, ആർ എന്ന് പറയുന്ന 3 വയറുകൾ ഉണ്ട്. ആ 3 വയറുകളുടെ ഇലാസ്റ്റിക് ലിമിറ്റുകളാണ് പിയും ക്യൂവും ആറും. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഫിഗർ ഷോസ് ദാറ്റ്, ഇതിൻ്റെ അകത്തുനിന്ന് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ശരിയെന്ന് നമുക്ക് നോക്കണം. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ തന്നിരിക്കുന്നത് ഇലാസ്റ്റിസിറ്റി. നമുക്ക് ഈ 2 ഓപ്ഷൻ ആദ്യം നോക്കാം, ഏതാണ് ശരിയെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം യങ്സ് മോഡുലസ് അല്ലെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണല്ലോ. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. ഇവിടെ നമുക്ക് നോക്കാം സ്ട്രെസ് എന്ന് പറഞ്ഞത് എത്രയാണെന്ന് നോക്കണം. ഇപ്പം നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, അല്ലെ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് സപ്പോസ് ദിസ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ, ദാറ്റ് ഈസ് ദിസ്. ദെൻ ദിസ് ഈസ് സ്ട്രെസ് വാല്യൂ. ദെൻ ഇവിടെ ഒരു സ്ട്രെയിനിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആകുമ്പം, അല്ലെങ്കിൽ സ്ട്രെയിൻ ഇപ്പം സപ്പോസ് ഇതൊരു 1 ആണെങ്കിൽ ഈ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും, റൈറ്റ്? ഇത് പിയുടെ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇതാണ്, ക്യൂവിൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇത് പി, ഇത് ക്യൂ, ആർ. ഏത് സ്ട്രെസ്സാണ്? പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂസാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് ഏതാണ്? സ്ട്രെയിൻ്റെ വാല്യൂസ് സെയിം തന്നെയാണ്. നമുക്കറിയാം യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇതിൽ നമ്മൾ യങ്സ് മോഡുലസ് അല്ലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിച്ചാൽ ഈ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കൂടും. അപ്പം നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതൽ ഏതിന് വരും? ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുതൽ ഏതാണ്? സ്ട്രെസ് ഓഫ് ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത്? സ്ട്രെസ് ഓഫ് ആർ greater than stress of Q greater than stress of P.
ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്നത് ആറിന്, പിന്നെ ക്യൂവിന്, പിന്നെ പിക്ക്. അപ്പം യങ്സ് മോഡുലസ് ഏറ്റവും കൂടുതൽ ഏതിന് വരും? യങ്സ് മോഡുലസ് ഓഫ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതൽ 6, ദെൻ വൈ ക്യൂ, ദെൻ വൈ പി. ഇത് ശരിയാണല്ലോ. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് നോക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് വയർ പി ഈസ് മാക്സിമം. പി മാക്സിമം ആണോ? അല്ല. അപ്പോൾ ഈ ആൻസർ ശരിയല്ല. ദെൻ എലാസ്റ്റിസിറ്റി ഓഫ് വയർ ക്യൂ ഈസ് മാക്സിമം. ക്യൂ അല്ല മാക്സിമം. ഏതാണ് മാക്സിമം? ആറാണ് മാക്സിമം. അടുത്തത് പറഞ്ഞേക്കാണ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ആർ ഈസ് മാക്സിമം. ഇലാസ്റ്റിസിറ്റി ഓഫ് ആർ ഈസ് മാക്സിമം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ആർ ഈസ് മാക്സിമം. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ടെൻസൈൽ സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത് ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദി ബ്രേക്കിംഗ് സ്ട്രെസ്. ബ്രേക്കിംഗ് സ്ട്രെസ്. ബ്രേക്കിംഗ് സ്ട്രെസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫിഗറിൽ കാണിച്ചിട്ടില്ല. നമുക്ക് ഇത്രയും പോർഷൻസ് മാത്രമേ ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന ഇത്ര ഇലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ള പോർഷനെ കാണിച്ചിട്ടുള്ളൂ. പ്ലാസ്റ്റിക് റീജിയനിലേക്കുള്ള ഗ്രാഫുകളെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതെന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ആർ എന്ന് പറയുന്നത് ഒരു അനുയോജ്യമല്ലാത്തൊരു ഓപ്ഷനാണ്. ദെൻ അടുത്ത ഓപ്ഷൻ ഏതാണ്? നൺ ഓഫ് ദി എബോവ്. ആൻസർ ഈസ് നൺ ഓഫ് ദി എബോവ്. ഈ രണ്ടെണ്ണം അല്ല. ഇലാസ്റ്റിസിറ്റി ഓഫ് വയർ പി ഈസ് മാക്സിമം. പി അല്ല മാക്സിമം. ഇലാസ്റ്റിസിറ്റി ഓഫ് ആർ ആണ് മാക്സിമം. ക്യൂ അല്ല മാക്സിമം. പിന്നെ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ആർ ഈസ് മാക്സിമം എന്നാണ് അടുത്ത ഓപ്ഷൻ. ആ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ് ഈ ഫിഗറിൻ്റെ അകത്ത് നമുക്ക് തന്നിട്ടേ ഇല്ല. അതുകൊണ്ട് അതും അല്ല ഓപ്ഷൻ. ദെർഫോർ ആൻസർ ഈസ് നൺ ഓഫ് ദി എബോവ്. അടുത്ത ക്വസ്റ്റ്യൻ 33. ദി ലോഡ് വേഴ്സസ് എലോങ്ങേഷൻ. ദ ലോഡ് y axis, elongation x axis. Graph for 4 wires of the same material is shown in the figure. The thickest wire is represented by line. ഇതിൽ താഴെ തന്നിരിക്കുന്ന 4 വയറുണ്ട്. ഈ 4 എ ബി സി ഡി എന്ന് പറയുന്ന 4 വയറുണ്ട്. ഈ 4 വയറുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ തിക്നെസ് ഉള്ളത്? ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് ഏതിനാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇതിൽ സപ്പോസ് ലോഡെന്ന് പറഞ്ഞാൽ നമുക്കറിയാം യങ്സ് മോഡുലസ് കണ്ടെത്താനുള്ള റിലേഷൻ എന്താ? യങ്സ് മോഡുലസ് y ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. എഫ് ഫോഴ്സ്, എ ഏരിയ, എൽ ലെന്ത്, ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെന്ത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ദ തിക്കസ്റ്റ് വയർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലൈൻ. തന്നിരിക്കുന്നത് എലോങ്ങേഷനും ലോഡും തമ്മിലുള്ള ഗ്രാഫാണ്. അപ്പം നമുക്ക് നോക്കാം. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യങ്സ് മോഡുലസ് സെയിം ആണ്. ദെൻ ലെന്ത് സെയിം ആണ്. ദെൻ ഏരിയയിലാണ് ഡിഫറൻസ് ഉള്ളത്. തിക്കസ്റ്റ് കട്ടി കൂടിയതല്ല. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഡിഫറൻസ് ഉണ്ട്. ദെൻ തന്നിട്ടുള്ള ഡെൽറ്റ എൽ. ഇതിൻ്റെ അകത്ത് വൈയും എല്ലും കോൺസ്റ്റൻ്റ് ആണ്. ദെൻ എഫ് എന്ന് പറയുന്നത് സപ്പോസ് ലോഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോഴ്സ് ആണല്ലോ. ഇത് ഞാൻ ഇവിടെ ഒരു എഫ് അപ്ലൈ ചെയ്യണം. അതായത് ഒരു സെയിം എഫ്. സപ്പോസ് ദിസ് ഈസ് എഫ്, ഒരു ലോഡ് അല്ലെ എഫ്. ഇവിടുത്തെ ഈ എഫിൻ്റെ വാല്യൂ സെയിം ആണ്. അതായത് എയ്ക്കും ബിക്കും സിക്കും ഡിക്കും എഫിൻ്റെ വാല്യൂ സെയിം ആണ്. അപ്പം എഫും സെയിം ആണ്. ദെയർഫോർ എലോങ്ങേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a എന്ന് എഴുതാം. ആണല്ലോ. ഇതിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം എലോങ്ങേഷൻ നമുക്ക് ചോദിച്ചേക്കുന്ന തിക്കസ്റ്റ് വയർ, അതായത് ഏരിയ കൂടുതലുള്ള വയർ ഏതാണെന്ന് വെച്ചിട്ട് ദെയർഫോർ എ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/Δl എന്ന് എഴുതാം. ഇതിൽ ഒരു സെയിം ഫോഴ്സ് അല്ല സെയിം ലോഡ് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പം എലോങ്ങേഷൻ ഡി എന്ന് പറയുന്നതിൻ്റെ എലോങ്ങേഷൻ ഇതാണ്, സി എന്ന് പറയുന്നതിൻ്റെ എലോങ്ങേഷൻ ഈ വാല്യൂ ആണ്, ബി എന്ന് പറയുന്നതിൻ്റെ എലോങ്ങേഷൻ ഇതാണ്, എ എന്ന് പറയുന്നതിൻ്റെ എലോങ്ങേഷൻ ഇതാണ്. ഇതിൽ എലോങ്ങേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? എയ്ക്കാണ്. എലോങ്ങേഷൻ ഏറ്റവും കുറവുള്ളത് ഏതാണ്? അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏറ്റവും കൂടുതലുള്ളതാണ് കട്ടിയുള്ള വയർ അല്ല തിക്കസ്റ്റ് വയർ. അപ്പം ഈ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ ഏറ്റവും കുറവായിരിക്കണം. ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ ഏറ്റവും കുറവുള്ളത് ഏതിനാണ്? അതായത് ഡെൽറ്റ എൽ ഈസ് എലോങ്ങേഷൻ ഏറ്റവും കുറവുള്ളത് ഏതിനാണ്? ഈ ഡിക്കാണ്. ദെയർഫോർ തിക്കസ്റ്റ് വയർ ഈസ് ഡി വയർ. അതിൽ ഒ ഡി എന്ന് പറയുന്ന പോർഷനാണ് തിക്കസ്റ്റ് വയർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദി ഗിവൺ ഗ്രാഫ് ഡി ഇൻഡിക്കേറ്റ്സ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിച്ചതിൻ്റെ അകത്ത് നമുക്കറിയാം എ വരെയും നമ്മുടെ
ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്, ഹുക്സ് ലോ ഒബേ ചെയ്യുന്നു. ദെൻ ഇവിടം വരെ ബി തൊട്ട് ഡി വരെയാണ് നമ്മുടെ പ്ലാസ്റ്റിക് റീജിയൻ. ഈ പ്ലാസ്റ്റിക് റീജിയൻ്റെ എൻഡിലാണ് നമ്മുടെ ഡി എന്ന് പറയുന്ന പോർഷൻ. ദാറ്റ് പോർഷൻ ഈസ് ദി ബ്രേക്കിംഗ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ്സ് ഫോർ വയേഴ്സ് ഓഫ് ടു മെറ്റീരിയൽസ് എ ആൻഡ് ബി ആർ as shown in the figure. If YA and YB, Young's modulus and of A and B are the Young's modulus of the materials, then ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. എ ബി എന്ന് പറയുന്ന രണ്ട് വയറുകൾ തന്നിട്ടുണ്ട്. ആ രണ്ട് വയറുകൾ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. അതിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് YAയും ഫസ്റ്റിൻ്റേത് എ മെറ്റീരിയലിൻ്റേത് YA ആൻഡ് ബി മെറ്റീരിയലിൻ്റെ യങ്സ് മോഡുലസ് YB. അങ്ങനെയാണെങ്കിൽ YAയും YBയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഈ OA എന്ന് പറയുന്ന പോർഷനിലെ യങ്സ് മോഡുലസ് OA എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലെ ഇലാസ്റ്റിക് റീജിയൻ ആണ്. ഇലാസ്റ്റിക് റീജിയനിൽ വരുന്ന ഹുക്സിൽ ഒബേ ചെയ്യുന്ന പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള റീജിയൻ ആണ്. ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള റീജിയനിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി അല്ലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? Y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെ യങ്സ് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് സ്ട്രെസ് ബൈ സ്ട്രെയിൻ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നുള്ളതാണ് യങ്സ് മോഡുലസ്. അതേപോലെ തന്നെ ഈ യങ്സ് മോഡുലസ് കണ്ടെത്താൻ അതിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി. നമുക്ക് സ്ട്രെസ്സിൻ്റെ സ്ട്രെയിൻ്റെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല, ആംഗിളാണ് മാത്രമാണ് തന്നിട്ടുള്ളത്. 30 ഡിഗ്രി 60 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ലോപ്പ് കണ്ടെത്തിയാൽ നമ്മുടെ യങ്സ് മോഡുലസ് കിട്ടും, അല്ലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടും. അപ്പം യങ്സ് മോഡുലസ് Y ഈക്വൽ ടു സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? Y ഈക്വൽ ടു ടാൻ തീറ്റ. സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് YA ഈക്വൽ ടു എങ്ങനെ എഴുതാം? YA ഈക്വൽ ടു ടാൻ YA ഈക്വൽ ടു എയും ഈ സ്ട്രെയിനുമായിട്ടുള്ള ആംഗിൾ എത്രയാണ്? 60. YA ഈക്വൽ ടു ടാൻ 60 ഡിഗ്രി. YB ഈക്വൽ ടു ടാൻ 30 ഡിഗ്രി. ഇനി നമുക്ക് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. YA ബൈ YB ഈസ് ഈക്വൽ ടു tan 60 degree divided by tan 30 degree. YA by YB is equal to tan 60 is root 3 and tan 30 is 1 by root 3 equal to എത്ര വരും? root 3 into root 3, right? That is equal to 3. Therefore YA equal to 3 into YB. Answer is YA equal to 3 YB. Answer is option D. അടുത്ത question. A and B are two wires. The radius of A is twice that of B. They are stretched by some load. Then the stress on B is. എങ്ങനെ കണ്ടെത്താം? എ ബി എന്ന് പറയുന്ന രണ്ട് വയറുകളുണ്ട്. അതിൻ്റെ എയുടെ റേഡിയസ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് റേഡിയസ് ഓഫ് ബി ആണല്ലോ. RA എന്ന് പറയുന്നത് 2RB ആണ്. തന്നിരിക്കുന്നത് ദേ ആർ സ്ട്രെച്ച്ഡ് ബൈ സം ലോഡ് മീൻസ് എഫ് ഈസ് രണ്ടിടത്തും എഫ് സെയിം ആണ്. Then the stress on B is, stress നമുക്കറിയാം, സ്ട്രെസ്സിൻ്റെ റിലേഷൻ എന്താണ്? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ദെൻ സ്ട്രെസ് ഓഫ് ഫസ്റ്റ് കേസിൽ സ്ട്രെസ് ഓൺ എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എ എന്ന് പറയുന്നത് ഏരിയ ആണ്. ദെയർഫോർ പൈ RA². ദെൻ സ്ട്രെസ് ഓൺ ബി ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു RB². ദെൻ stress on A divided by stress on B is equal to F by pi RA² divided by F divided by pi RB² equal to Fഉം പൈയും വെട്ടിപ്പോവും. മിച്ചം എത്ര വരും? RB² divided by RA². That is equal to
RB square അതേപടി എടുത്തെഴുതാം. RB square divided by RA is 2RB. Therefore 4RB square. Therefore stress on A divided by stress on B is equal to RB square divided by 4RB square. ഇതും കൂടെ കട്ട് ചെയ്തു പോകും. ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്ട്രെസ് ഓൺ ബി ഈസ്, ദാറ്റ് ഈസ് സ്ട്രെസ് ഓൺ ബി ഈസ് ഈക്വൽ ടു 4 ടൈംസ് സ്ട്രെസ് ഓൺ എ. 4 ടൈംസ് സ്ട്രെസ് ഓൺ എ. ആൻസർ ഏതാണ്? 4 ടൈംസ് ദാറ്റ് ഓൺ എ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. Next question. A wire is loaded by 6 kg at its one end. The increase in length is 12 millimeter. If the radius of the wire is doubled and all other magnitudes are unchanged, then increase in length will be. Increase in length, that is extension. Extension ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, that is delta L. എക്സ്റ്റൻഷനും യങ്സ് മോഡുലസും തമ്മിലുള്ള റിലേഷൻ I ഈക്വൽ ടു F ബൈ എ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. ദെൻ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു F ബൈ എ ഇൻറ്റു എൽ ബൈ വൈ. എ വയർ ഈസ് ലോഡഡ് ബൈ 6 കിലോഗ്രാം അറ്റ് ഇറ്റ്സ് വെയ്റ്റ്. മാസ് തന്നിട്ടുണ്ട്. ദെൻ മാസ് ഇൻറ്റു എം ജി, ദാറ്റ് ഈസ് എം ഇൻറ്റു മാസ് ഇൻറ്റു ജി, ദാറ്റ് ഈസ് വെയ്റ്റ്. വെയ്റ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് അല്ലെങ്കിൽ ലോഡ്. ദെൻ എക്സ്റ്റൻഷൻ ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു എൽ ബൈ വൈ. എഫ് നമുക്ക് എഫ് അറിയാം. ദെൻ ഇൻക്രീസ് ഇൻ ലെന്ത് ഈസ് 12 മീറ്റർ, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ എന്ന് പറയുന്നതാണ് 12 മില്ലിമീറ്റർ. മീറ്റർ അല്ല, 12 മില്ലിമീറ്റർ. ദെൻ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദി റേഡിയസ് ഓഫ് ദി വയർ ഈസ് ഡബിൾഡ്. റേഡിയസ് ഓഫ് ദി വയർ, ദാറ്റ് ഈസ് ആർ ഈസ് ഡബിൾഡ്. ഫസ്റ്റ് കേസിലെ R1 എന്ന് പറയുന്നത് സെക്കൻഡ് കേസിൽ 2R1 ആയി മാറും. R1 എന്ന് പറയുന്നത് ഇരട്ടിയാക്കുകയാണ്. ദെൻ റേഡിയസ് ഓഫ് ദി വയർ ഈസ് ഡബിൾഡ് ആൻഡ് ഓൾ അതർ മാഗ്നിറ്റ്യൂഡ്സ് ആർ അൺചേഞ്ച്ഡ്. എഫ്, എൽ, വൈ എല്ലാം അതേപോലെ തന്നെയാണ്, അൺചേഞ്ച്ഡ് ആണ്, മാറ്റമൊന്നും വരുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റൻഷൻ എത്രമാത്രമാണ്? ആദ്യം ഫസ്റ്റ് കേസിൽ നമുക്ക് തന്നിരിക്കുന്ന എക്സ്റ്റൻഷൻ എഫ് ബൈ ഡെൽറ്റ എൽ ഈക്വൽ ടു എഫ് ബൈ പൈ R1 സ്ക്വയർ ഇൻറ്റു എൽ ബൈ വൈ ഈക്വൽ ടു എത്രയാണ് നമ്മൾ തന്നിരിക്കുന്നത്? 12 മില്ലിമീറ്റർ. ദെൻ അടുത്തത് ഇതിൽ നമ്മൾക്ക് പറഞ്ഞിരിക്കുകയാണ് ഫോഴ്സ്, ലെന്ത്, യങ്സ് മോഡുലസ് ഇതെല്ലാം എന്താണ്? അൺചേഞ്ച്ഡ് ആണ്, സെയിം ആണ്. അതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഒൺലി ചേഞ്ച് എന്തിനു മാത്രമേ ഉള്ളൂ? റേഡിയസ് ഓഫ് ദി വയറിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ദെയർഫോർ ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ R1 സ്ക്വയർ അല്ലെ 1 ബൈ R സ്ക്വയർ എന്ന് എഴുതാം. ഇനി പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ R സ്ക്വയർ. ഓൺലി ചേഞ്ച് എന്തിനു മാത്രമേ ഉള്ളൂ? റേഡിയസിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഡെൽറ്റ എൽ നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ എൽ ഈക്വൽ ടു 12 മില്ലിമീറ്റർ ആണ്. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 12 മില്ലിമീറ്റർ ആണ്. എപ്പം? റേഡിയസ് R ആയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെ റേഡിയസ് R1 ആയിട്ടിരിക്കുന്ന R ആയിട്ടിരിക്കുന്ന സമയത്ത്. ദെൻ നെക്സ്റ്റ് കേസ്, സെക്കൻഡ് കേസിൽ റേഡിയസ് ഡബിൾ ആക്കുകയാണ്. റേഡിയസ് ഡബിൾ ആക്കുമ്പോൾ എന്ത് പറ്റും? 12 മില്ലിമീറ്റർ ഇൻറ്റു 1 ബൈ 4 ആണല്ലോ നമ്മുടെ സെക്കൻഡ് കേസിലെ എക്സ്റ്റൻഷൻ, ദാറ്റ് ഈസ് 3 millimeter. Therefore 3 millimeter is the answer. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഡെൽറ്റ എൽ എടുക്കുക. ഡെൽറ്റ എൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 12 മില്ലിമീറ്റർ. ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 12 മില്ലിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് 12 മില്ലിമീറ്റർ ഈസ് ദി എഫ് ബൈ എ ഇൻറ്റു എൽ ബൈ വൈ ചെയ്തപ്പം കിട്ടിയ ആൻസറാണ് 12 മില്ലിമീറ്റർ. അതായത് എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു വൈ എന്ന് പറയുന്നതാണ് 12 മില്ലിമീറ്റർ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, എഫ് എൽ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു വൈ ഈക്വൽ ടു 12 മില്ലിമീറ്റർ. ഇതിൽ എന്ത് മാറ്റം വരുത്തുന്നു? ദറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ. ഇതിൽ എന്താണ് മാറ്റം വരുത്തിയത്? റേഡിയസ് ഇരട്ടിയാക്കുന്നു. റേഡിയസ് ഇരട്ടിയാക്കുമ്പം ഡെൽറ്റ എൽ എത്രയാണെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു റേഡിയസ് ഇരട്ടിയാക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഒരു 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത റേഡിയസ് ആറിന് പകരം എന്തായി മാറും? 2R ആകും. ദെയർഫോർ 1/4 കൊണ്ട് ഈ 12നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 12 ഇൻറ്റു 1/4
that is equal to 3 millimeter. This is the answer. 3 millimeter is the answer. നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, to double the length of an iron wire having 0.5 centimeter square area of cross section, the required force will be. Young's modulus തന്നിരിക്കുന്നത് എന്താണ്? to double the length of an iron wire having area of cross sectionും തന്നിട്ടുണ്ട്. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് y equal to f/a into l divided by delta l ആണ്. ദെൻ ഇതിൻ്റെ അകത്ത് എന്താണ് തന്നിരിക്കുന്നത്? കണ്ടെത്തേണ്ടത് എന്താണ്? റിക്വയർഡ് ഫോഴ്സ് ആണ് കണ്ടെത്തേണ്ടത്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഫോഴ്സ് ഈസ് ഈക്വൽ ടു y/a delta l divided by L. y/a delta l divided by L. Then force is equal to y into a into then delta l എത്രയാണ്? L എന്ന് പറയുന്നത് എത്രയാണ്? L എന്ന് പറയുന്നതാണ് ലെന്ത്. ലെന്ത് നമുക്ക് എത്രയാണെന്ന് സെൻറ്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ ഒന്നും തന്നിട്ടില്ല. ലെന്ത് L തന്നെ. L എന്ന് നമ്മൾ എടുക്കാം. ദെൻ ടു ഡബിൾ ദി ലെന്ത് ഓഫ് ആൻ അയൺ വയർ. ഡബിൾ ദി എൽ വയർ, ദാറ്റ് മീൻസ് ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എന്താണ്? ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ L ആണ്. അതായത് L ആണ് ആദ്യമുണ്ടായിരുന്ന ആ വയറിൻ്റെ ലെന്ത്. അതിൻ്റെ എക്സ്റ്റൻഷൻ എന്താക്കി മാറ്റണം? രണ്ട് ലെന്തിൻ്റെ ഇരട്ടിയാക്കി മാറ്റണം. ഡബിൾ ദി ലെന്ത് ആക്കി മാറ്റണം. അതായത് ഒരു L ലെന്തുള്ള ഒരു വയറ്, ആ L ലെന്തുള്ള വയറിൻ്റെ അതിൻ്റെ ലെന്ത് ഇരട്ടിയാക്കാൻ എത്രമാത്രം ഫോഴ്സ് വേണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ ആ വയറിൻ്റെ ലെന്ത് ഇരട്ടിയാക്കുക എന്നതിനർത്ഥം എന്താണ്? അതിൻ്റെ എക്സ്റ്റൻഷൻ എന്താക്കണം? L ആക്കണം. എന്നാലാണ് ആ വയർ ഇരട്ടി ആകുന്നത്. ടു ഡബിൾ ദി ലെന്ത് ഓഫ് ആൻ വയർ ആകുന്നത്. ദെയർഫോർ എല്ലിൻ്റെ വാല്യൂവും L ആണ്. ഡെൽറ്റ L എക്സ്റ്റൻഷനും എന്താക്കണം? L ആക്കിയാലാണ് അതിൻ്റെ ആ വയറിൻ്റെ ലെന്ത് ഇരട്ടിയാകുകയുള്ളൂ. ദെയർഫോർ എല്ലിൻ്റെ ഡെൽറ്റ എല്ലും L ആണ്. ദെൻ ലെന്തും L ആണ്. ഇതും കൂടെ പോയി. ദെയർഫോർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് എത്രയാണ്? 10⁻12 into 9 per centimeter square into area of cross section is 0.5 centimeter square. Therefore answer is 0.5 into 10⁻12 9 is the answer. Answer is option D. Answer is option D. അടുത്ത ക്വസ്റ്റ്യൻ, why the spring is made up of steel in comparison of copper? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്റ്റീലിനാണ് ഏറ്റവും കൂടുതൽ എലാസ്റ്റിസിറ്റി ഉള്ള മെറ്റീരിയൽ. അതുകൊണ്ടാണ് നമ്മൾ സ്പ്രിങ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ ഇൻ കമ്പാരിസൺ ഓഫ് കോപ്പറിനേക്കാളും കൂടുതൽ നമ്മൾ സ്പ്രിങ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? സ്റ്റീൽ ആണ്. അതുകൊണ്ടാണ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ സ്റ്റീലിനാണ്. therefore steel is more elastic than copper is the answer. Then which one of the following substance possess the highest elasticity? ഇതും ഒരുപാട് ഈ രണ്ട് ക്വസ്റ്റ്യനും എല്ലാവർക്കും അറിയാവുന്നതാണ്, പലതവണ ചോദിച്ചിട്ടുള്ളതുമാണ്. which one of the following substances possess the highest elasticity? ഇലാസ്റ്റിസിറ്റി ഉള്ള സബ്സ്റ്റൻസ് ഏതാണ്? സ്റ്റീൽ. അടുത്ത ക്വസ്റ്റ്യൻ, in which case there is maximum extension in the wire if same force is applied on each wire? Same force, then maximum extension there is maximum extension in the wire if same force is applied on each wire. നമുക്കറിയാം എക്സ്റ്റൻഷൻ ആണ് കണ്ടെത്തണം. മാക്സിമം എക്സ്റ്റൻഷൻ്റെ റിലേഷൻ ആദ്യം നമുക്ക് യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ അറിയാവുന്ന റിലേഷൻ എഴുതാം. y equal to f/a into l by delta l. ഇല്ല, ഡെൽറ്റ l is equal to f/a into l by y. ഇതിൽ ഇങ്ങനെ എഴുതാമല്ലോ. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു സെയിം ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലെന്ത് നമുക്ക് തന്നിട്ടുണ്ട്. എൽ ഡിഫറൻ്റ് ആണ്. ദെൻ സെയിം മെറ്റീരിയൽ ആണ്. എല്ലാം സെയിം മെറ്റീരിയൽ ആണ്. ദെൻ യങ്സ് മോഡുലസ് സെയിം ആണ്. ദെൻ എൽ ബൈ എ. ദെർഫോർ ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. ഓൾസോ ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ പൈ ആർ സ്ക്വയർ. ഈ പൈ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ എടുത്തു കളയാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ ആർ സ്ക്വയർ.
ക്വസ്റ്റ്യൻ്റെ അകത്ത് എല്ല് തന്നിട്ടുണ്ട്, ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഈ ഓരോ കേസിലും ഈ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷനും എടുത്തിട്ട് ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്, മാക്സിമം എക്സ്റ്റൻഷൻ ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 500 into 10⁻⁻² divided by r square, that is 0.25 0.05/2 into 10⁻³ ഇത് ഹോൾ സ്ക്വയർ. ഇങ്ങനെ പറഞ്ഞ് ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യൻ കണ്ടെത്തിയിട്ട് നമുക്ക് ഡെൽറ്റ എല്ലിൻ്റെ ആൻസർ കണ്ടെത്തണം. ഇങ്ങനെ കണ്ടെത്തുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ഈ റിലേഷൻ ഉപയോഗിച്ച് ഓരോ ഓപ്ഷൻ്റെയും ആൻസർ കണ്ടെത്തണം. എത്രയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കണം. ഡെൽറ്റ എൽ എത്രമാത്രം കിട്ടുന്നതെന്ന്. ഇതിൽ മാക്സിമം കിട്ടുന്നത് ആൻസർ ഓപ്ഷൻ ഡിയിലാണ് മാക്സിമം എക്സ്റ്റൻഷൻ കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, the modulus of elasticity is dimensionally equal to. Modulus of elasticity that is equal to എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഡയമെൻഷനലി ഈക്വൽ ടു ദാറ്റ് ഈസ് Nm/m² ആണ്. ദെൻ ഇനി അടുത്ത നോക്കാം സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ്റെ റിലേഷൻ എന്താണ്, സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെന്ത് ദാറ്റ് ഈസ് Nm/m. അടുത്തത് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു Nm/m². അടുത്തത് എന്താണ്, സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ദാറ്റ് ഈസ് സ്ട്രെയിൻ. ഇതിനെന്ന് പറയുന്നത് യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. ദെർഫോർ ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഡയമെൻഷനലി ഈക്വലന്റ് ടു ഏതുമായിട്ടാണ്, സ്ട്രെസ്സുമായിട്ടാണ് ഡയമെൻഷനലി ഈക്വൽ. അടുത്ത ക്വസ്റ്റ്യൻ, steel and copper wires of same length are stretched by the same weight, one after the other. Young's modulus of steel and copper are 2 into 10⁻11 Nm/m² and 1.2 into 10⁻11 Nm/m². The ratio of increase in length is. അതായത് ഡെൽറ്റ എല്ലിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ ഈക്വൽ ടു F/A ഇൻറ്റു L ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. ഇതിൻ്റെ അകത്തുനിന്ന് ഡെൽറ്റ എൽ നമുക്ക് വേണം. ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ A ഇൻറ്റു Y. ഇതിലെന്തൊക്കെയാണ് സെയിം, എല്ല് സെയിം ആണ്, സെയിം വെയിറ്റ് ആണ്, ദാറ്റ് ഈസ് ഫോഴ്സ് സെയിം ആണ്, വൺ ആഫ്റ്റർ ദി അതർ. ദെൻ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ദെൻ കോപ്പർ വയേഴ്സ് ഓഫ് സെയിം ലെന്ത് ആൻഡ് സെയിം വെയിറ്റ്. യങ്സ് മോഡുലസ് ഡിഫറെൻ്റ് ആണ്. ദെൻ സെയിം ലെന്ത് ആർ സ്ട്രെച്ച്ഡ് ബൈ സെയിം വെയിറ്റ്, വൺ ആഫ്റ്റർ ദി അതർ. ദ റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ലെന്ത് ഈസ്. Then delta L of സ്റ്റീലിൻ്റേത് നമുക്ക് എഴുതാം. സ്റ്റീലിൻ്റെ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഓഫ് എസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെ സെയിം ആണ്, സെയിം ലെന്ത് ആണ്, സെയിം വെയിറ്റ് ആണ്, ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആണ്, ആണല്ലോ. ദെൻ ഓൺലി ഡിഫറെൻ്റ് എന്തിനാണ്, യങ്സ് മോഡുലസിനാണ് ഡിഫറൻസ്. ദെർഫോർ ഡെൽറ്റ എൽ എസ്, അതായത് എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റീൽ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/1 യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് കോപ്പർ വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു യങ്സ് മോഡുലസ് ഓഫ് എന്താണ്, യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ വയർ. ദെൻ ഇതിൻ്റെ റേഷ്യോ എടുക്കാം. ഡെൽറ്റ എൽ എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ സി ഈസ് ഈക്വൽ ടു 1/1 ഡിവൈഡഡ് ബൈ Young's modulus of steel divided by 1 divided by Young's modulus of copper. Therefore, delta LS divided by delta LC is equal to YC divided by YS. YC is Young's modulus of copper and YS is Young's modulus of steel. That is equal to YC. Young's modulus of copper is 1.2 into 10⁻11 and steel in the
2 into 10 raised to 11. 2 into 10 raised to 11. ഇതും കൂടെ കട്ടായി പോകും. then മിച്ചം എത്ര വരും? 12 by 20. that is equal to 12 by 20 is equal to 3 by 5. 4 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പം 3 by 5. ആൻസർ ഏതാണ്? 3 by 5. ആൻസർ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. 3 by 5. അടുത്ത ക്വസ്റ്റ്യൻ. If Young's modulus of an ion is 2 into 10 raised to 11 Newton per meter square and interatomic spacing between two molecules is 3 into 10 raised to minus 10 meter and the interatomic force constant is. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു റിലേഷൻ പഠിച്ചിരിക്കണമെന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട് 2 into 10 raised to 11 Newton per meter square and interatomic spacing between two molecules. അതായത് ആ അയൺ വയറിലെ മോളിക്യൂളിൻ്റെ അകത്തുള്ള ആറ്റംസ് ഉണ്ടല്ലോ, ആ ആറ്റങ്ങൾ തമ്മിലുള്ള ഇന്ററാറ്റോമിക് സ്പേസിംഗ് ആണ് R0. ദാറ്റ് ഈസ് R0 തന്നിട്ടുണ്ട് 3 into 10 raised to minus 10 meter. അങ്ങനെയാണെങ്കിൽ ദ ഇന്ററാറ്റോമിക് ഫോഴ്സ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് K കണ്ടെത്തണം. The interatomic force constant K is equal to എന്താണ്? Young's modulus into interatomic spacing ആണ്. Young's modulus into interatomic spacing. That is force constant. Interatomic force constant is equal to Young's modulus into interatomic force constant is equal to Young's modulus into interatomic spacing. Therefore K is equal to y into R0. y is Young's modulus. നോക്കാം. 2 into 10 raised to 11 into R0 എത്രയാണ്? 3 into 10 raised to minus 10. That is equal to 6 into 10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6. ദെൻ യങ്സ് മോഡുലസിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഇതെന്ന് പറയുന്നത് എന്താണ്? ഇന്ററാറ്റോമിക് സ്പേസ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 Newton per meter. ദിസ് ഈസ് ദി ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ എ. 45th question. If a spring extends by extension delta x on loading, then the energy stored in the spring is. നമുക്കറിയാം energy stored in the spring is energy stored in the spring, that is the work done, that is equal to W is equal to half F into L. അതായത് ആവറേജ് ഫോഴ്സ് ഇൻറ്റു എക്സ്റ്റൻഷൻ, ദാറ്റ് ഈസ് ദി എനർജി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിംഗ്. ദാറ്റ് ഈസ് ഈക്വൽ ടു T is the tension in the spring and K is force constant. Therefore W work done energy is equal to half into tension is tension. T is the tension means that is the force, half T into extension എന്ന് പറയുന്നത് എന്താണ്? extension is x, half T into x. നമുക്കറിയാം ഫോഴ്സ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K is equal to F by X, അല്ലെങ്കിൽ F is equal to KX എന്നുള്ള റിലേഷൻ K equal to F by X. K is equal to extension F എന്ന് പറയുന്നത് എന്താണ്? ടെൻഷൻ, ദാറ്റ് ഈസ് K equal to T by X. K is equal to T by X. Therefore X equal to T by K. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ T by K ആണ്. അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. Therefore W അല്ലെങ്കിൽ W is equal to half T into X is T by K. That is equal to half T square by K. This is the answer. Half T square by option B is the correct answer.